ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി അറസ്റ്റിലായതോടെ കേരളം ഞെട്ടിയ സംഭവത്തിൽ വൻ വഴിത്തിരിവാണുണ്ടായത്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടിളപ്പാളയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. 2025 ഒക്ടോബർ 17 അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും സ്വാധീനമുണ്ടാക്കി കൊടുത്തതും തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2018 മുതൽ ഇരുവരും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്വർണ്ണപ്പാളി കട്ടിളപ്പാളി കേസിൽ 2ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒക്ടോബർ 23 അറസ്റ്റ് ചെയ്തു. കേസിൽ അറസ്റ്റിലാകുന്ന 2ാമത്തെയാളും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. സ്വർണ്ണപ്പാളി കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ നവംബർ 2 SIT അറസ്റ്റ് ചെയ്തു. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം അപഹരിച്ച 2 കേസുകളിലും പ്രതിയാണ് അടൂർ സ്വദേശിയായ ഡി സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളി കേസിൽ 7ാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ 4ാം പ്രതിയുമായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ നവംബർ 6 അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറുമായ N വാസുവിനെ നവംബർ 11 അറസ്റ്റ് ചെയ്തത് കേസിൽ ഏറെ നിർണായകമായി. കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയ കേസിലെ 3ാം പ്രതിയാണ് N വാസു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. കേസിൽ ഏറെ നിർണായകമായത് നവംബർ 20 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റാണ്. കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതിയാണ് പത്മകുമാർ. ദ്വാരപാലക ശില്പപ്പാളി കേസിൽ 11ാം പ്രതിയാക്കി ഡിസംബർ 2 പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S ശ്രീകുമാറിനെ ഡിസംബർ 17 അറസ്റ്റ് ചെയ്തു. ഡിസംബർ 19 സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഡിസംബർ 29 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിന്റെ അറസ്റ്റിന് ശേഷമാണ് ജനുവരി 9 തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനടക്കം തന്ത്രി നൽകിയ അനുമതികൾ ദുരൂഹമാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.